സംഘപരിവാർ നേതൃത്വം നൽകുന്ന ക്ഷേത്ര ഉപദേശക സമിതി വൈദ്യുതി ബിൽ അടച്ചില്ല. തിരുവനന്തപുരം വെള്ളായണി ദേവി ക്ഷേത്രത്തിൽ വൈദ്യുതി താൽക്കാലികമായി മുടങ്ങി. ദേവസ്വം ബോർഡ് ഇടപെട്ട് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. വ്യാജ പ്രചരണവുമായി സംഘപരിവാർ സംഘടനകൾ. BJP സംഘപരിവാർ സംഘടനകൾ നേതൃത്വം നൽകിയ ക്ഷേത്ര ഉപദേശക സമിതിയാണ് കഴിഞ്ഞ തവണത്തെ ഉത്സവ നടത്തിപ്പുകാർ. ഇക്കാലത്തെ വൈദ്യുതി തുക ഉപദേശക സമിതി അടച്ചില്ല. പലതവണ നോട്ടീസ് നൽകിയിട്ടും പണമടയ്ക്കാത്തതോടെ KSEB വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. ഇതോടെ വ്യാജ പ്രചരണവുമായി സംഘപരിവാർ സംഘടനകൾ രംഗത്തെത്തി. പക്ഷേ ക്ഷേത്രവിശ്വാസികൾ സംഘപരിവാറിന്റെ വ്യാജ പ്രചരണം തള്ളി. ഈ 96,000 രൂപ കഴിഞ്ഞ കാലങ്ങളിൽ ഇതുപോലുള്ള എമൗണ്ട് മുൻ കാളിവിട്ട് നടത്തിയ ഞങ്ങളാണ് KSEBക്ക് അടച്ചു കൊടുത്തത്. അപ്പോൾ വാസ്തവത്തിൽ ഈ കമ്മിറ്റിക്കാരാണ് ഇത് അടയ്ക്കേണ്ടത്. എക്സ്ട്രാ വന്ന പൈസയാണ്, ഉത്സവം നടത്തിയതിന് മിച്ചം വന്ന പൈസയാണ്. അപ്പോൾ ആ പൈസ കമ്മിറ്റിക്കാരാണ് അടയ്ക്കേണ്ടത്, ദേവസ്വം ബോർഡ് അല്ല. ബോധപൂർവം RSS ഒരു ഫണ്ടിങ് ഏജന്റായി ഈ വെള്ളായണി ക്ഷേത്രത്തെ മാറ്റുകയാണ്. ഇതിൽ ഭക്തജനങ്ങൾക്ക് കടുത്ത അമർഷം ഈ ക്ഷേത്രത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നതാണ്. കാര്യം ഇവർ പണം പിരിക്കുന്നു, ഇവർ വ്യാജമായ കൂപ്പൺ അടിക്കുന്നു. ഇപ്പോൾ വിജിലൻസ് കേസ് അടക്കമാണ്. RSS ഈ ഭരണസമിതിയിലേക്ക് വന്നതിന് ശേഷവും ഈ ക്ഷേത്ര ഉപദേശക സമിതിയുടെ ഭാഗമായി വന്നതിന് ശേഷം ഇവർ വ്യാജമായ കൂപ്പൺ ദേവസ്വം ബോർഡിൻ്റെ അനുമതിയില്ലാതെ പ്രിന്റ് ചെയ്ത് പിരിച്ചു. ലക്ഷക്കണക്കിന് രൂപയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ പിരിച്ചത്. ആ പണം എങ്ങോട്ട് പോയി? നാളിതുവരെ ഒരു കണക്കും അതിൻ്റെ ഭാഗമായി വരുന്നില്ല. ഇപ്പോൾ തന്നെ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഉത്സവം കഴിഞ്ഞ് 15 ദിവസത്തിനകം കണക്ക് അവതരിപ്പിക്കണം എന്നുള്ളതാണ് നിയമം. ആ നിയമം നിലനിൽക്കെ ഇതുവരെ കണക്ക് അവതരിപ്പിക്കാനോ അതിനുവേണ്ടിയുള്ള ഇടപെടൽ നടത്താനോ സന്നദ്ധമായില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 96,400 രൂപയോളം വരുന്ന ഒരു വലിയ ഭീമമായ കുടിശ്ശിക നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്നു. തുടർന്ന് നാട്ടുകാരും വിശ്വാസികളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ബന്ധപ്പെട്ടു. ദേവസ്വം ബോർഡ് പണമടച്ച് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. ഈ ഒരു തുക എന്ന് പറയുന്നത് ഉപദേശക സമിതി അടയ്ക്കേണ്ടതും കാളികൂട്ടുമായി ബന്ധപ്പെട്ട് വന്ന തുകയാണ്, അടയ്ക്കേണ്ടതാണ്. അവർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ടായിരുന്നു. അവർ അടയ്ക്കാത്തതിൻ്റെ ബാധ്യത ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലയിൽ വന്നതാണ്. ഞാൻ 10 മണിക്ക് മുമ്പായിട്ട് തന്നെ കറണ്ട് ബില്ല് അടയ്ക്കുകയും ആയത് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചിട്ടുമുണ്ട്. ഉത്സവത്തിൽ വ്യാജ കൂപ്പണുകൾ ഉപയോഗിച്ച് പണപ്പിരിവ് നടത്തിയതുൾപ്പെടെയുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഉപദേശക സമിതിയെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ടതാണ്. ഇവർ തന്നെയാണ് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വ്യാജ പ്രചരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.